വളരെ എളുപ്പത്തിൽ കോഴിക്കുഞ്ഞുങ്ങളെ നമുക്ക് വീട്ടിൽ തന്നെ വിരിയിച്ചെടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇതുപോലെ ഒരു പെട്ടി എടുക്കുക. ഒരു വലിയ കോഴിക്ക് ഇരിക്കാൻ പാകത്തിനുള്ള ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള ഒരു പെട്ടി. ഇത് മരത്തിൻ്റെ പെട്ടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാർഡ്ബോർഡിൻ്റെ പെട്ടി വേണമെങ്കിലും ഉപയോഗിക്കാം. ഈ പെട്ടിയിലേക്ക് കാൽ ഭാഗം മണലിട്ടിട്ട് നിറയ്ക്കുക. മണൽ പെട്ടിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായി സെറ്റാക്കി കൊടുക്കുക. മണൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നന്നായി ഉണങ്ങിയ മണൽ വേണം എടുക്കാൻ. പക്ഷേ ഇപ്പോൾ ഇവിടെ മഴ പെയ്യുന്നത് കാരണം നമുക്ക് നേരിയ നനവുള്ള മണലാണ് കിട്ടിയിട്ടുള്ളത്. ആ നനവ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ച് ഈർച്ചപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം കുറച്ച് ഈർച്ചപ്പൊടി ഇട്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉറുമ്പും പൊടി ഇട്ട് കൊടുക്കുക. പല സ്ഥലങ്ങളിലും നമ്മൾ പല വിധത്തിലാണ് വിരിപ്പിന് വെക്കാറ് കേട്ടോ. ഇവിടെ നമ്മൾ ഇങ്ങനെയും വെക്കാറുണ്ട്, വേറെ വിധത്തിലും വിരിപ്പിന് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉറുമ്പും പൊടി ഇട്ട് കഴിഞ്ഞതിന് ശേഷം വീണ്ടും കുറച്ചും കൂടി ഈർച്ചപ്പൊടി അതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് വൈക്കോൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അത്യാവശ്യം കുറച്ച് തോന വൈക്കോൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ല ടൈറ്റാക്കി കൊടുക്കുക. കുറച്ചും കൂടി ചൂടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ച് വൈക്കോൽ ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ ഏകദേശം ഒരു 2 ലെയർ വൈക്കോലാണ് കേട്ടോ അതിൽ ഇട്ട് കൊടുത്തുള്ളത്. ആദ്യം ഒരു ലെയർ ഇട്ടു. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ലെയറും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒരു പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് തുളസീൻ്റെ ഇല കിട്ടുകയാണെങ്കിൽ തുളസീൻ്റെ ഇല ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ജന്തുക്കളൊന്നും വരാതിരിക്കാനും അതേപോലെ തന്നെ ഒരു അസുഖങ്ങളൊക്കെ വരാതിരിക്കാനും കോഴികൾക്ക് അസുഖങ്ങളൊന്നും വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തുളസീൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നത്. ഈ തുളസീൻ്റെ ഇലേൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് കോഴിപ്പേനൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ കോഴിക്ക് വേറെ അസുഖങ്ങളൊന്നും വരാതിരിക്കാനും ഈ തുളസീൻ്റെ ഇല സഹായിക്കും കേട്ടോ. പിന്നെ നമുക്ക് ഇനി വേണ്ടത് മുട്ടയാണ്. നമ്മൾ കോഴി അട വയ്ക്കാനുള്ള മുട്ടകളെടുത്ത് സെറ്റാക്കി വെക്കുക. അത് ഓരോന്നായി എടുത്തിട്ട് നമ്മൾ ഈ പെട്ടിയിലേക്ക് വെക്കുക. അപ്പോൾ പെട്ടിയിലേക്ക് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അധികം ഇളകാതെ വേണം വെക്കാൻ. അധികം അനക്കൊന്നും തട്ടാൻ പാടില്ല, ഇളക്കൊന്നും തട്ടാൻ പാടില്ല. പതുക്കെ ഓരോന്നായിട്ട് എടുത്ത് വെക്കുക. നമ്മളൊരു 10 മുട്ടകളാണ് ഏകദേശം ഈ ഒരു സെറ്റിൽ വെക്കുന്നത്. അട വയ്ക്കുന്ന കോഴിയുടെ വലിപ്പത്തിനനുസരിച്ചിട്ട് നമുക്ക് മുട്ടകളുടെ എണ്ണവും കൂട്ടാവുന്നതാണ്. ഇപ്പോൾ വലിയൊരു കോഴിയാണെങ്കിൽ നമുക്ക് ഒരു 10, 15 മുട്ട വരെ, ഒരു 17 മുട്ടയൊക്കെ വരെ നമുക്ക് വെക്കാവുന്നതാണ്. ചെറിയ കോഴികളാകുമ്പോൾ നമ്മളൊരു 10 മുട്ട, ഒരു 12 മുട്ട ഏകദേശം അങ്ങനത്തെ ഒരു കണക്കിൽ നമ്മൾ വെക്കുക. അതിനുശേഷം നമ്മൾ ഈ പെട്ടി ഏത് കൂട്ടിലാണോ വെക്കുന്നത് ആ കൂട്ടിൽ വെക്കുക. എന്നിട്ട് ഈ മുട്ടകളുടെ മുകളിലേക്ക് നമ്മൾ ഏത് കോഴീനെയാണോ വിരിപ്പിന് വെക്കുന്നത് ആ കോഴീനെ വെച്ചുകൊടുക്കുക. അടയിരിക്കാൻ പോകുന്ന ആ കോഴീനെ വെച്ചുകൊടുക്കുക. ഇവിടെ നമ്മൾ ഈ ഒരു കോഴീനെയാണ് വെച്ചിട്ടുള്ളത് അടയിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് മുട്ടകളുടെ മേലെ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും മുട്ട താഴെ ഉണ്ട്, ഈ കോഴി അതിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ട്. ഇനി ഈ കോഴി മുട്ടകളുടെ മേലെ കറക്റ്റായിട്ട് ഇരിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ കൂട് അടയ്ക്കുക. 21 ദിവസമാണ് നമ്മൾ ഈ കോഴീനെ അട വയ്ക്കുന്നത്. അപ്പോൾ ഈ 21 ദിവസവും നമ്മൾ ഒരു നേരമെങ്കിലും ഈ കോഴീനെ നമ്മൾ പുറത്ത് വിടണം. എന്നിട്ട് അതിന് ആവശ്യമുള്ള ഭക്ഷണം വെള്ളമൊക്കെ വെച്ച് കൊടുക്കണം. എന്നിട്ട് അത് കഴിച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്കതിനെ കൂട്ടിലാക്കി അടച്ചു വയ്ക്കാം. 21 ദിവസം കഴിഞ്ഞാൽ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞ് പുറത്തേക്ക് വരും. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. വീട്ടിൽ കോഴിയുള്ളവരൊക്കെ ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.